എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഡേ ടു ടോക്കിന്റെ 59ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് സെക്സ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ അല്ലെങ്കിൽ 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് മൊത്തം തന്നെ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും. സോ മസ്റ്റായിട്ട് കാണുക. ഇഷ്ടപ്പെടുന്ന ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തേക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പോയിന്റിലോട്ട് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കൂടിയാണ് കൺസെന്റ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന പോയിന്റ് തന്നെയാണ് കൺസെന്റ് എന്നുള്ളത്. കൺസെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമതി തന്നെയാണ്. അതായത് സെക്സ് ചെയ്യാനുള്ള ആ ഒരു സെക്സിലോട്ട് കിടക്കാനുള്ള അനുമതി നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് നേടണം എന്നുള്ളതാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പാർട്ട്ണറിനോട് ഈ ഒരു കൺസെന്റ് ചോദിക്കുമ്പോൾ അപ്പോൾ ആ ഒരു പാർട്ട്ണർ തന്നെ സ്വയം ആലോചിച്ച് നോക്കണം. ഈ ഒരു അവസരം ഇപ്പോൾ ഒരു പ്രീമാരിറ്റൽ സെക്ച്വൽ റിലേഷൻഷിപ്പ്, അതായത് മാരേജിന് മുമ്പുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അയാളോട് തന്നെ ഒരു കൺസെന്റ് ചോദിക്കണം. കാരണം ഇതിന് പറ്റിയൊരു സാഹചര്യമാണോ, റിസ്കുകൾ എന്തൊക്കെയാണ്, എനിക്ക് ഈ സെക്സിനെ പറ്റിയുള്ള ധാരണയുണ്ടോ, പ്രൊട്ടക്ഷൻ അതായത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡിനെ പറ്റിയുള്ള ധാരണയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ആലോചിക്കണം. സോ അതിന് പറ്റിയൊരു ആപ്റ്റായിട്ടുള്ള ടൈം പീരീഡ് അല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോ ആണ് അവിടെ വേണ്ടതെന്നുള്ളതാണ്. കാരണം നമുക്ക് ഓക്കെ അല്ലാത്തൊരു കംഫർട്ടബിൾ അല്ലാത്തൊരു മൊമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നോ ആണ് അതിൻ്റെ ആൻസർ എന്നുള്ളതാണ്. സോ അത് നമ്മൾ പാർട്ട്ണറിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. സോ കൺസെൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു പാർട്ട്ണർ ഓക്കെ ആണോ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞത് പ്രീമാരിറ്റൽ സെക്ഷൽ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ്. ഇനി ഒരു മാരേജിന് ശേഷമാണെന്നിരിക്കട്ടെ, അവിടെ എന്ന് വെച്ചാൽ ഒരു പാർട്ട്ണർഷിപ്പാണ്. അവിടെ സെക്ഷൽ എൻജോയ്മെൻറ്റിനൊക്കെ എല്ലാത്തിനും ഉള്ള ഒരു ഒരു ജോയിൻറ്റ് സംഭവമാണ്, ഒരു പാർട്ട്ണർഷിപ്പാണത്. ഓക്കെ, അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും സെക്സ് വേണോ അങ്ങനെ നോക്കുമ്പോൾ അവിടെയും ഒരു കൺസെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ആ കൺസെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് നമുക്ക് വളരെ ടെൻഷനായിട്ടൊക്കെ ഇരിക്കുന്നൊരു മൊമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ സെക്സിന് വേണ്ടിയിട്ടുള്ള ഒരു മൂഡിലായിരിക്കില്ല. അതിപ്പോൾ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരും ആവാം. സോ പെൺകുട്ടിയെ സംബന്ധിച്ച് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ട്, ആണിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. അവൻ ചിലപ്പോൾ ജോലി തിരക്കുകൾക്കിടയിൽ വല്ലാത്ത ടെൻഷനും കാര്യങ്ങളും കൊണ്ടായിരിക്കും വന്നിരിക്കുന്നത്. ആ ഒരു സമയത്ത് സെക്സ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു പ്രോപ്പർ എൻജോയ്മെൻറ്റ് കിട്ടത്തില്ല എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ആ ഒരു താല്പര്യത്തോടു കൂടി സമീപിച്ചാൽ മാത്രമേ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, സെക്ഷൽ പ്ലഷർ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് താല്പര്യമില്ലാതെ സെക്സിന് കമ്പൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പെയിൻഫുൾ ആയുള്ള ഫീലിംഗ്, ആ ഒരു വജീനൽ ഏരിയയിലുള്ള മസിൽസുകളൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ട് കൺട്രാക്ട് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പം വല്ലാത്ത രീതിയിൽ പെയിന് കാര്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ വജീനൽ ലൂബ്രിക്കേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ആ ലൂബ്രിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല, വെറ്റാവില്ല എന്നർത്ഥം. ആ ഒരു ലേഡി ആ എറോസ്റ്റ് മൂഡിലോട്ട് പോവുകയും ചെയ്യില്ല, ആ ഒരു ഓർഗാസവും ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ അതൊരു വല്ലാത്തൊരു അരോചകമായിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഫിലിമിൽ കണ്ട പോലെയൊക്കെ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ കൺസെൻറ്റ് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അതിനുള്ള തൽപരമായിട്ടുള്ള ഒരു മൂഡിലാണോ എന്നുള്ളത്, അല്ലെങ്കിൽ അതിന് പറ്റിയൊരു ആറ്റിറ്റ്യൂഡിലാണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പക്ഷെ കമ്പൽ ചെയ്ത് ചെയ്യുമ്പോൾ അത് അരോചകമായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുക. സോ കൺസെൻറ്റ് ആണ് നമ്മളെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷനാണ്. നമുക്ക് ഒരു മിനിമം അറിവ് ഉണ്ടാവണം പ്രൊട്ടക്ഷനെ പറ്റിയിട്ടൊക്കെ. എന്തിനാണ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. എന്തൊക്കെയാണ് പ്രൊട്ടക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിൽ നിന്നൊക്കെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയാം, അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. അതേപോലെ തന്നെ കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ, കുട്ടിയെ ക്യാരി ചെയ്യാതിരിക്കാനും ഈ ഒരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ട്. എന്താണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്രൊട്ടക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടം തന്നെയാണ്. അതിനെപ്പറ്റി ഒരു മിനിമം ധാരണ വേണം. നമ്മൾ അതിലേക്ക് കടക്കാൻ പോകുമ്പോൾ നമുക്കിപ്പം കുട്ടിയെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണോ, അപ്പോൾ ആ റിസ്ക് എടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മൾ അവിടെ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ മാരേജിന് ശേഷം ഇനി കുട്ടിയൊക്കെ ആവാമെന്നാണെന്നുണ്ടെങ്കിൽ അവിടെ കോണ്ടത്തിൻ്റെ കേസോ ഒന്നും വരുന്നില്ല. അപ്പോൾ ടെൻഷൻ്റെ ആവശ്യമില്ല. ഇതിന് നേരെ മറിച്ച് നിങ്ങളിപ്പം കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, കുറച്ച് കാലം എൻജോയ് ചെയ്ത് യാത്രയൊക്കെ ചെയ്ത് നടക്കണം. അപ്പോൾ ഒരു കുട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ട് തന്നെ സെക്ഷലി കോണ്ടാക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പ്രൊട്ടക്ഷനെ പറ്റി ഒരു മിനിമം ധാരണ വേണം. ഇപ്പോൾ കോണ്ടത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ 2 തരം കോണ്ടം ഉണ്ട്. ഇപ്പോൾ ഫീമെയിൽസിനുള്ള കോണ്ടം ഉണ്ട്, മെയിൽസിനുള്ള കോണ്ടം ഉണ്ട്. സോ ചിലർ ചിന്തിക്കുന്നുണ്ട് 2 കോണ്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാക്സിമം സേഫ്റ്റി ആവില്ല എന്നുള്ളത്. കാരണം കോണ്ടത്തിനും അതിൻ്റെതായ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. മാക്സിമം ഈ ഒരു STDs, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ നിന്നും പ്രഗ്നൻസി ക്യാരി ചെയ്യുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുമെങ്കിൽ പോലും ചെറിയൊരു പെർസെൻറ്റേജ് ഹ്യൂമൻ എറർ എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, നമ്മുടേതായ മിസ്റ്റേക്ക് കൊണ്ട്, ഇല്ലെങ്കിൽ ആ ഒരു കോണ്ടത്തിന് ചെറിയ പൊട്ടലോ ചീറ്റിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു ചെറിയ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ചിലപ്പോൾ സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റോ ഈ ബോഡി ഫ്ലൂയിഡ് മിക്സിങ്ങോ ഒക്കെ സംഭവിക്കാം. സോ പ്രഗ്നൻസിയോ ഇല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടെങ്കിൽ അതോ സ്പ്രെഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ചെറിയ രീതിയിൽ, ചെറിയ ചാൻസ് ഞാൻ പറയുന്നത്. ലേഡീസിൻ്റെ കോണ്ടത്തിനെ അപേക്ഷിച്ച് മെയിൽസിൻ്റെ കോണ്ടം പ്രൊട്ടക്റ്റീവാണ്, ഹൈലി പ്രൊട്ടക്റ്റീവാണ്. സോ മെയിൽ കോണ്ടം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ചിലർ ചിന്തിക്കുന്നത് 2 കോണ്ടവും, ഗേൾസും കോണ്ടം യൂസ് ചെയ്യും, മെയിലും കോണ്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം സേഫ്റ്റി ആയില്ലെന്ന്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒറ്റ കോണ്ടം യൂസ് ചെയ്താൽ, മെയിൽ കോണ്ടം യൂസ് ചെയ്യുന്നെങ്കിൽ അത് മാത്രം യൂസ് ചെയ്താൽ മതി എന്നുള്ളതാണ്. വേറെ എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന ഒരു കമൻറ്റിൻ്റെ ഉത്തരം കൂടി പറഞ്ഞേക്കാം. 2 കോണ്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം സേഫ്റ്റി ആയില്ലെന്ന്.
ചെയ്യുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് സെക്സ് ചെയ്യുന്നത്? ഒരു കോണ്ടം യൂസ് ചെയ്താൽ തന്നെ ധാരാളമാണെന്നുള്ളതാണ്. അപ്പോൾ പ്രൊട്ടക്ഷനെ പറ്റിയിട്ട് കോൺട്രാസെപ്റ്റീവ് മെത്തേഡിനെ പറ്റി ധാരണ വേണം. നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡിനെ പറ്റി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിശ്ചിത ടൈം, മെൻസ്ട്രൽ സൈക്കിളിൽ നിശ്ചിത ടൈം വളരെ സേഫ് ആയിട്ടുള്ള ടൈം പീരീഡാണ്. പക്ഷേ നമുക്ക് ഇറഗുലർ ആയിട്ടുള്ള ഈ ഒരു മെൻസ്ട്രൽ സൈക്കിളൊക്കെ കാണിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. അതിനെപ്പറ്റി കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ഒന്നുകൂടി ചെയ്യുന്നുണ്ട്. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരുപാട് പ്രൊട്ടക്ഷൻ മെത്തേഡുകളുണ്ട്. ഇപ്പോൾ യൂട്രൈൻ ഡിവൈസ് ഉണ്ട്, കോപ്പർട്ടി ഉണ്ട്, അങ്ങനെ പല മെത്തേഡ്സുകളുണ്ട്. പിന്നെ പിൽസുകളുണ്ട്, ഇപ്പോൾ റെഗുലറായി കഴിക്കുന്ന ചില പിൽസുകളുണ്ട്, അതുപോലെ എമർജൻസി പിൽസ് ഉണ്ട്. സോ എന്തായാലും ഏറ്റവും നല്ലൊരു ഇഫക്റ്റീവ് മെത്തേഡ് കോണ്ടം തന്നെയാണ്. അതാകുമ്പോൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ നിന്നും ആ സ്കിൻ ടു സ്കിൻ കോൺടാക്ട് ഉണ്ടാവില്ല, ബോഡി ഫ്ലൂയിഡ് മിക്സിംഗ് ഉണ്ടാവില്ല. സോ കോണ്ടം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോണ്ടം തന്നെ യൂസ് ചെയ്യാം. ഇനി അടുത്ത പോയിന്റ്, നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും കൂടുതൽ ഈ ഒരു പോയിന്റ് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് ഒരു പെൺകുട്ടിയുടെ കേസിലാണ്. അപ്പോൾ പെൺകുട്ടിയുടെ കേസിൽ അവളുടെ ബോഡിയെ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പം മാസ്റ്റുബേറ്റ് ചെയ്യുമ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ ബോഡിയെ തന്നെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ് നമുക്ക് എൻജോയ്മെൻറ്റ് കിട്ടുന്നത്, ആ ഒരു സെക്ഷൽ പ്രഷർ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണ്. ഇപ്പോൾ പെണ്ണിൻ്റെ കേസിൽ ആ ക്ലിറ്റോറിസ് ആവട്ടെ, ആ ഒരു വജീനൽ ഏരിയ ആവട്ടെ, വജീനൽ ആ ഒരു പെനട്രേഷൻ ഇനി സംബാട്ട് മാസ്റ്റുബേറ്റ് ചെയ്യുന്നതിലൂടെ ആവട്ടെ, അതൊക്കെ തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് എൻജോയ്മെൻറ്റ് കിട്ടുന്നത്, ഏത് പാർട്ടാണ് കൂടുതൽ നമുക്ക് സെക്ഷൽ ഫീലിംഗ് നൽകുന്നത്, എവിടെ ടച്ച് ചെയ്യുമ്പോഴാണ് ഫീലിംഗ് കിട്ടുന്നത്. അതുപോലെ തന്നെ ബോഡിയിൽ പല പാർട്ടുകൾ ടച്ച് ചെയ്യുമ്പോഴും നമുക്ക് വല്ലാത്ത രീതിയിലെ സെക്ഷൽ പ്രഷർ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് കിട്ടുന്നുണ്ടാവും. സോ അതെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഒരു മാസ്റ്റുബേഷനിലൂടെയൊക്കെ സാധിക്കും. സോ നമ്മളെ ബോഡിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ബോഡിയിൽ എവിടെയൊക്കെയാണ് സെൻസിറ്റീവ് പാർട്ടുള്ളത്, എവിടെയൊക്കെ ടച്ച് ചെയ്യുമ്പോഴാണ് എൻജോയ്മെൻറ്റ് കിട്ടുന്നത്. അതാണ് നമ്മുടെ തേർഡ് പോയിന്റ് എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. കാരണം അത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്ലഷർ കിട്ടുന്ന ആ ഒരു സെക്ഷൽ എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ മുമ്പ് പല വീഡിയോകളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സപ്പോസ് ഫസ്റ്റ് ടൈം ഇപ്പോൾ ഒരു പാർട്ട്നേഴ്സ് തമ്മിൽ സെക്സ് ചെയ്യാൻ പോകുമ്പോൾ പലതരത്തിലുള്ള ടെൻഷൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടധികം വീഡിയോ ഉണ്ടാവും. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട്, അതെങ്ങനെ പെയിൻ ഇല്ലാണ്ടാക്കാം അങ്ങനെയുള്ള പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ വല്ലാത്തൊരു പെയിൻ ഉണ്ടാവും, വല്ലാത്ത രീതിയിൽ ബ്ലഡ് ഒഴുകും, അങ്ങനെയൊക്കെ ഹൈമൻ പൊട്ടും, അതാവും ഇതാവും എന്നൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാവും എന്ത് സംഭവിക്കുന്നുള്ളത്. പലരെ സംബന്ധിച്ചും വജീനൽ ആ ഒരു പെനട്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഒരു ഡിൽഡോയോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഒരു വജീനൽ പെനട്രേഷൻ ചെയ്തുകൊണ്ട് മാസ്റ്റുബേറ്റ് ചെയ്യാൻ പെൺകുട്ടികൾക്ക് ഭയമാണ്. ഭാവിയിൽ ഇത് സംഭവിക്കാൻ പോകുമ്പോൾ തന്നെ ഒരു റിയൽ സെക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു പേടിയോടുകൂടി സമീപിക്കുന്ന ഒരുപാട് ഗേൾസ് നമ്മുടെ ചുറ്റിലുണ്ട്. സോ വല്ലാത്തൊരു ഭയം ഉണ്ടാവും. ഗേൾസിൻ്റെ കേസിലുണ്ടാവും, ആണിൻ്റെ കേസിലും ഉണ്ടാവും. ആണിൻ്റെ കേസിൽ ഭയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇറക്ഷൻ തന്നെ പ്രോപ്പറായിട്ട് കിട്ടണമെന്നില്ല, ഒരു സെക്ഷൽ എൻജോയ്മെൻറ്റ് കിട്ടണമെന്നില്ല. പെൺകുട്ടിയുടെ കേസിലും അതങ്ങനെ തന്നെയാണ്. സോ ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഈ ഒരു ടെൻഷൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ചിലപ്പോൾ ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ പറ്റിയുള്ള ഭയമായിരിക്കാം, കുട്ടി വേണ്ട എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്താഗതികളായിരിക്കാം. സോ എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ മൂന്നാമതായിട്ടുള്ള പറഞ്ഞ പോയിന്റില്ലേ, നമ്മുടെ ബോഡിയെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത്. നമ്മുടെ ബോഡി എവിടെയൊക്കെയാണ് സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ട്, ഇതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ആ പാർട്ട്ണറിന് നല്ല രീതിയിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഫോർത്ത് പോയിന്റ്. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഇനി ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടേക്ക് യുവർ ഓൺ ടൈം. പലരും നമ്മളോട് ചോദിച്ച കാര്യമാണ്. ഇപ്പോൾ ഫോർ പ്ലേ ചെയ്യണം എന്ന് പറയുമ്പോൾ ഫോർ പ്ലേ എത്ര സമയം ചെയ്യണം, 10 മിനിറ്റ് ആണോ, 20 മിനിറ്റ് ആണോ, അരമണിക്കൂറാണോ, 1 മണിക്കൂറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ സെക്സ് എത്ര ടൈം നീണ്ടു നിൽക്കണം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് മൂവ് ചെയ്യേണ്ടുന്ന വിഷയങ്ങളാണ്. സെക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു രതിമൂർച്ചയും അല്ലെങ്കിൽ ഒരു പെനട്രേറ്റീവ് സെക്സും അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ ഒരുപാടധികം കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഓറൽ സെക്സ് ആവാം, കിസ്സിങ് ആവാം, ഹഗ്ഗിങ് ആവാം, ലിക്കിങ് ആവാം, സക്കിങ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ വേദനിപ്പിക്കാത്ത രീതിയിൽ ചെറിയ ബൈറ്റിങ് വരെ ആവാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ ടച്ചിങ്, ബോഡിയിലെ പല പാർട്ടുകളിലും ടച്ച് ചെയ്യുന്നതാവാം. സോ അതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ട് ഒരു പ്രോപ്പർ ഫോർ പ്ലേയും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ ആ ഒരു ലേഡിയെ സംബന്ധിച്ച് ഒരു എറോസ്റ്റ് ഫീലിംഗ് ഉണ്ടാവും. എറോസ്റ്റ് ഫീലിംഗ് എന്ന് പറയുമ്പോൾ ആ ലേഡി സെക്സിന് വേണ്ടി തയ്യാറെടുക്കുന്ന, നമ്മളിപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു സെക്ഷൽ മൂഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പെനിസിന് ഇറക്ഷൻ സംഭവിക്കാമെന്നൊക്കെ കേട്ടില്ല. അതേപോലെ തന്നെ ഒരു സെക്ഷൽ മൂഡിലോട്ട് ഒരു പെൺകുട്ടി എത്തുമ്പോൾ അവരുടെ വജീനയിൽ ആ ഒരു ലൂബ്രിക്കേഷനും കാര്യങ്ങളും ഉണ്ടാവും. അവിടെയുള്ള മസിൽസ് റിലാക്സ്ഡ് ആയിരിക്കും. ആ സെക്സ് അധികം പെയിനൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ സാധിക്കും. സോ അതൊക്കെ സാധിക്കും. അപ്പം ആ ഒരു ഫോർ പ്ലേയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളുടേതായ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ആ ഒരു ടൈം എടുത്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനിലൂടെയും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില സിനിമകൾ കാണും ഫസ്റ്റ് നൈറ്റിൽ ലേറ്റ് അണയ്ക്കുന്നൊക്കെ ആയിട്ട്. അപ്പോൾ അതിലോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റിൽ സെക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയുന്നില്ല.
എനിവേ ലൈറ്റൊക്കെ അണച്ചിട്ട് ഒളിച്ചിരുന്ന് ചെയ്യേണ്ടത് എന്തോ ഒരു കാര്യമൊന്നുമല്ല. നിങ്ങളുടെ പാർട്ണർ എൻജോയ് ചെയ്യുന്നുണ്ടോ, അവൾക്ക് ഓർഗാസം കിട്ടുന്നുണ്ടോ, അതേപോലെ തന്നെ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാണ്ട് ഇരുട്ടത്തിരുന്ന് ആരും തമ്മിൽ പരസ്പരം കാണാതെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല. സോ പരസ്പരം ബോഡിയെയും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വളരെ എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുക. നമ്മൾ മുമ്പ് ചില വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പലരും പറയുന്നൊരു കാര്യം തന്നെയാണ്, ഒരു ക്യാൻവാസിൽ ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്ന പോലെയാണ്. നല്ലൊരു കലാകാരനാണെങ്കിൽ നല്ല ചിത്രങ്ങൾ വരും. സോ രണ്ട് മനസ്സുകൾ ഒന്നിച്ചുകൊണ്ട് നല്ല രീതിയിലൊരു ക്യാൻവാസിൽ നല്ല ചിത്രം വരയ്ക്കുമ്പോൾ നല്ലൊരു സെക്ഷൽ പ്ലഷർ ഉണ്ടാവും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അത്രയ്ക്ക് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ 5 പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു കൺസെൻ്റ് ആണ്, പിന്നെ പ്രൊട്ടക്ഷൻ, പിന്നെ നമ്മുടെ ബോഡിയെ തന്നെ തിരിച്ചറിയണം, എങ്ങനെയാണ് നമ്മുടെ ബോഡി, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. 4th പോയിന്റ് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷനാണ്. അവസാന പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ടൈം എടുത്ത് തന്നെ ചെയ്യുക, എൻജോയ് ചെയ്ത് ചെയ്യുക, പ്രോപ്പർ സാറ്റിസ്ഫാക്ഷൻ പരസ്പരം നൽകാൻ ശ്രമിക്കുക, ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അത്രയ്ക്ക് തന്നെയാണ് ഉള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള ടോപ്പിക് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാടധികം ടോപ്പിക് സെഷൻസ് വരുന്നുണ്ട്. എല്ലാം നമ്മൾ പടിപടിയായിട്ട് ചെയ്യുന്നതായിരിക്കും. ആരും നമ്മൾ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ദേഷ്യപ്പെടാനൊന്നും നിൽക്കേണ്ട. നമ്മളെല്ലാം ചെയ്യുന്നതായിരിക്കും, തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തുടർന്ന് വീഡിയോസ് ആണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നിതിൻരാജ് തന്നെയാണ് പേര്. നിങ്ങൾക്ക് അതിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യാവുന്നതായിരിക്കും. ഒന്ന് സപ്പോർട്ട് ചെയ്യുക അവിടെയൊക്കെ. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. ഇറ്റ്സ് മീ നിതിൻ രാജ്. ടാറ്റാ.